ഹലോ റോസ് പെൻ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കരുതി എൻ്റെ ഒരു വീക്കെൻഡ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാമെന്ന്. അതായത് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു വീക്കെൻഡ്. സാറ്റർഡേ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാണെന്നല്ലേ? യെസ്, പ്രാക്ടീസിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. പാവ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി തന്നു. അത് കഴിഞ്ഞ് നല്ല സണി ആയിട്ടുള്ള മോർണിംഗ് ആണ്, പക്ഷെ പുറത്ത് തണുപ്പാട്ടോ. പ്രാക്ടീസിന് പോകാനായിട്ടുള്ള നല്ല ടയർഡാണ്. കാര്യം മൺഡേ ടു ഫ്രൈഡേ ജോലിയും കഴിഞ്ഞ് രാവിലെ തൊട്ട് സാറ്റർഡേയും സൺഡേയും രാത്രി വരെ പ്രാക്ടീസാണ്. അപ്പോൾ ഇവിടെ കേളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസോസിയേഷൻ നടത്തുന്ന എല്ലാ വർഷവും കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ 11th ഇയറാണ്. ഇവിടെ ഒരു നാട്ടിലെ യൂത്ത് ഫെസ്റ്റിവൽ പോലത്തൊക്കെ തന്നെയുള്ള കോമ്പറ്റീഷനാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, സിനിമാറ്റിക്, ക്ലാസിക്കൽ ഗ്രൂപ്പ്, അങ്ങനെ പലതും ഉണ്ട്, ഫോക്ക്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഗ്രൂപ്പുകൾ വരും, പിന്നെ സിംഗിളുകളും ഉണ്ടാവും. അപ്പം ഈ കാണുന്ന ഒരു സ്ഥലത്താണ്, എൻ്റെ വീടിൻ്റെ തന്നെ അടുത്താണ്. അവിടെയാണ് എൻ്റെ പ്രാക്ടീസുകളൊക്കെ എപ്പോഴും നടക്കാറ്. അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡാണ്. പക്ഷേ എനിക്ക് ഇന്ന് ഡേറ്റിന് പോകണം. ഇന്ന് കൊറിയൻ ഡേ. കഴിഞ്ഞ 11 വർഷമായിട്ടും ഈ ജാനുവരി തൊട്ട് മെയ് അല്ലെങ്കിൽ ജൂൺ വരെ ഈ ഒരു ഈവൻ്റാണ് എല്ലാ സാറ്റർഡേ സൺഡേയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ പാവലെന്നെ കൊണ്ടുവരാനൊക്കെ ഉള്ളതുകൊണ്ടും, പിന്നെ പണ്ടൊക്കെ എനിക്ക് ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് റിലാക്സ് ചെയ്തിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എനിക്കും കുറച്ച് ടൈമൊക്കെ ഇപ്പോൾ ഡാൻസ് അല്ലാതെയും സാറ്റർഡേ സൺഡേ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരക്കായിരുന്നിട്ടും എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റി ഈവനിങ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, പവലിനും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ സിറ്റിയിൽ പോയി ഒരു കൊറിയൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ ഇതാണ് സ്യൂരിഹ് സിറ്റി. വൈകുന്നേരം കാണാനായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്താണ് പോയത്. സോറി കേട്ടോ, എനിക്ക് സ്വരമൊന്നുമില്ല. കാര്യം 2 ദിവസം പ്രാക്ടീസ് കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ സ്വരം മുഴുവൻ തീരും. പിന്നെ മൺഡേ ടു ഫ്രൈഡേ സ്വരം വരുമ്പോഴത്തേക്കിനും അടുത്ത പ്രാക്ടീസാവും. അങ്ങനെയാണ്. ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പം ഞങ്ങൾ പാവലെ കൊറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്ന മെയിൻ സിറ്റി കേട്ടോ. അതായത് ഞാൻ താമസിക്കുന്ന സിറ്റിയിലാണെങ്കിലും ഇതാണ് മെയിനായിട്ടുള്ള സ്യൂരിക്കിൻ്റെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം ഉള്ള തിരക്കുള്ള സ്ഥലം. സന്ധ്യയാകുമ്പോൾ എത്ര തിരക്കാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ അറിയാം എനിക്ക് രാത്രി തിരിച്ച് വന്ന് പിന്നെയും രാവിലത്തേക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന്. പക്ഷേ കുഞ്ഞു സന്തോഷങ്ങളൊന്നും മാറ്റി വയ്ക്കാൻ തോന്നിയില്ല. ഇവിടെയാണ് പാവൽ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ കുറേ ഭയങ്കര പൈസക്കാരുടെ വീടുകളാണ്. അതായത് സ്വന്തമായിട്ട് വർഷങ്ങളായിട്ട് മുമ്പുള്ള വീടുകളാണ്. കീസൽഗാസി എന്ന് പറയും. അപ്പോൾ ഇതും മെയിൻ സിറ്റിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ആ ഒരു മെമ്മറീസൊക്കെ എടുത്തിട്ട് പാവനോട് ചോദിക്കായിരുന്നു, ഈ സ്ഥലം മിസ് ചെയ്യുന്നുണ്ട് പോലെ. ഞാൻ ആലോചിക്കാറും കൂടിയില്ല എന്ന് പറഞ്ഞു. എനിവേയ്സ് ഞങ്ങൾ എന്നിട്ട് റെസ്റ്റോറൻറ്റും അന്വേഷിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ദിവസങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഫോർ മീ ദിവസങ്ങൾ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്മോൾ ഹാപ്പിനെസ് ഇൻ ലൈഫൊക്കെ എൻജോയ് ചെയ്യാനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മിസോഗ പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്, അതാണ് കൊറിയൻ റെസ്റ്റോറൻറ്റ്, സ്യൂരിഹ് സിറ്റിയിൽ തന്നെയാണ്. ഇവിടെ ഉള്ളവരൊക്കെ പോകണം കേട്ടോ. എനിക്ക് ഇഷ്ടമായി അവിടുത്തെ ഫുഡ്. എന്നിട്ട് ഞങ്ങൾ നല്ലൊരു ഡിന്നർ കഴിച്ചു. നമ്മളിവിടെ ചെല്ലുമ്പം പ്ലേസ് റിസർവ് ചെയ്യണം. കാരണം പുറത്തും നല്ല ക്യൂ ആണ്. ഇപ്പം നമ്മൾ നേരത്തെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, അതായത് നമ്മുടെ ലൈഫിൽ പല തിരക്കുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിലുള്ള സന്തോഷം, ജസ്റ്റ് ഒന്ന് കണ്ണാടി പോയി നിന്നിട്ട് നോക്കാനുള്ള സന്തോഷം വരെ മറന്നു പോകാതിരിക്കാൻ ശ്രമിക്കുക. But I can't eat with this one. It's a bread. It's a pancake. One is with veggies and one is with seafood. This one is seafood. Mm. All right.
How is it? Yummy. ഞാനൊരു സൂപ്പും അതിൽ ബീഫൊക്കെ ഉള്ളൊരു ഡിഷും പവല് ബിംബാമ്പോ അങ്ങനെ എങ്ങാണ്ട് ഒരു ഡിഷാണ് കഴിച്ചത്. എനിക്ക് പേരത്ര ഓർമ്മയില്ല. പക്ഷേ ഇവരുടെ ഫുഡ് മെയിൻലി കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും അല്ലാത്തതും ഉണ്ട്. പക്ഷേ കൊറിയൻ ഫുഡ് കുറച്ച് സ്പൈസിയാണ്. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കിംചി കഴിച്ചത്. അത് സൈഡായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല റിഫ്രഷിങ് ആട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. രാത്രി ആയപ്പോഴത്തേക്കിനും നാളെ പ്രാക്ടീസ് ഉണ്ടല്ലോ എന്ന് കരുതി പോയി വീട്ടിലേക്ക്. പിന്നെ ഒരു വൈനൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു സീരീസും കണ്ടിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. എത്ര ടയർഡാണെങ്കിലും എനിക്കെന്തോ ഡേ അങ്ങ് തീർക്കാൻ തോന്നില്ല. ബിക്കോസ് ഇച്ചിരിയല്ലേ എൻ്റെ കൂടെ ദിവസങ്ങളുള്ളൂ. കാര്യം ബാക്കി എല്ലാ ദിവസവും ജോലിയും പ്രാക്ടീസൊക്കെ ആയി പോകുമ്പോൾ എൻ്റെ വീക്കെൻഡ് ഇങ്ങനെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സെയിം ആചാരങ്ങൾ. പാവൽ എനിക്ക് സ്മൂത്തിയൊക്കെ തന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. സാലഡോ പിന്നെ എന്തെങ്കിലും കുറേ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള സ്മൂത്തി തന്നിട്ടേ വിടുള്ളൂ. കാര്യം നല്ല എനർജി ആവശ്യമുണ്ട്. ഇതെൻ്റെ അടുത്ത ബാച്ചാണ്. ഇവർ കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ക്ലാസിക്കൽ പഠിക്കുന്ന ആൾക്കാരുമാണ്. കുറച്ച് അവരെയൊക്കെ പഠിപ്പിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഒട്ടും ഈസി ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മുടെ എനർജി ഫുള്ള് പോകും. കാര്യം നമ്മൾ അവരുടെ കൂടെ നിന്ന് കളിക്കണം. ഫോർ മീ വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഇസ് എത്ര ബാച്ചസ് ഇപ്പോൾ 11 വർഷമായിട്ട് വന്നു പോയെങ്കിലും എനിക്ക് പ്രായമാവണില്ല. ബിക്കോസ് എനിക്ക് ഇവരുടെ ഒപ്പം തന്നെ ഞാൻ ഗ്രോ ചെയ്യുകയാണ് ഓരോ ദിവസവും. പിന്നെ ഫോർ മീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അവരെ പഠിപ്പിക്കുന്നത് ഡാൻസ് അല്ല, എങ്ങനെ ഡാൻസ് പഠിക്കാം എന്നാണ്. ഫോർ മീ ഐ വാസ് ഓൾസോ എ ഡാൻസർ, ഐ വാസ് നോട്ട് എ ടീച്ചർ. പക്ഷേ ഈ 10 വർഷം കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഏത് കുട്ടീനെ ഏത് സ്ക്രൂ മുറുക്കണം എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പം അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഫോർ ദെം ഇനേബിളിങ് ദെം ടു ബി ദി ബെസ്റ്റ്, എവിടെ പോയാലും നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും. അങ്ങനെ ടയേർഡായി നാളത്തെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ചില്ല് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.